എനിക്ക് പറയാനുള്ളത് എന്ത് വേണമെന്ന് വെച്ചാൽ, രണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിലെ നേതാവ് ഒരു ഖുറൈശിയായിരിക്കണം എന്നാണ്. മുസ്ലിംമാരൊക്കെ കണ്ടുകൂടെ, ഞാനും ഒരു മുസ്ലിം തന്നെയാണ്. ആ ഖുറൈശിയുടെ സത്തായ സാധനമാണ് ഈ പാണക്കാട് കുടുംബം കേരളത്തെ സംബന്ധിച്ചിടത്ത്. പണ്ട് ഏതോ ഒരു വികൃതി ശിവക്ഷേത്രത്തിന് അവിടെ പെരിന്തൽമണ്ണ അടുത്ത് തീ കൊടുത്ത് കേളപ്പജി വന്നിട്ട് അവിടെ സത്യാഗ്രഹിക്കാൻ തുടങ്ങി. കേരളം കത്തേണ്ട സമയമായിരുന്നു. ആ സമയത്ത് മഹാനായ ശിഹാബ് തങ്ങൾ ആ തുണിക്കോന്തലിയും പൊക്കി പിടിച്ച സ്വതസ്ഥമായ ആ നടന്നത് കേളപ്പൻ്റെ മുമ്പിലേക്ക് അമ്പലത്തിലേക്ക് കയറി ചെന്നു. കേളപ്പൻ നീച്ച് തൊഴുത് എന്താണ് തങ്ങളവർ വന്നത് എന്ന് ചോദിച്ച്. ആളിക്കത്തേണ്ട കേരളം സുന്ദരമായ മന്ദമാരുതനാൽ ഇവരെ പുളകിതമായി. ഇതാണ് നാം കണ്ടത്. ആ പാരമ്പര്യമുള്ളൊരു കുടുംബമാണ്. പേര് തന്നെ കൊടപ്പനക്കൽ എന്നാണ്. കൊടപ്പന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കറിയാം. ഈ കുടയൊക്കെ കെട്ടണേ, കാലിക്കോടയും തൊപ്പിക്കൂടയൊക്കെ ഉണ്ടാക്കണം, പന ഉണ്ടാക്കണ കൊടപ്പനയാണ്. അതെല്ലാവർക്കും തണലേകും വെയിലിൽ നിന്നും മഴയിൽ നിന്നും. അങ്ങനത്തെ കൊടപ്പനക്കൽ കുടുംബത്തിലെ ഒരു തങ്ങൾക്ക് ഈ രാജ്യത്തെ സർവ്വമേധാന ജനങ്ങൾക്കും നേതൃത്വം നൽകാൻ കഴിയുന്നതുപോലെ വേറൊരു ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട തങ്ങൾക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ മുമ്പ് ബാഫക്കി തങ്ങളുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി ആയാലും നെഹ്റു ആയാലും ബാഫക്കി തങ്ങൾ കയറി ചെല്ലുമ്പോൾ നീറ്റ് നിൽക്കും. അത്ര ആദരിച്ചിരുന്നു. എൻ്റെ ഈ ഗുരുനാഥന്മാരങ്ങനെയൊക്കെ തന്നെ. ഞാൻ അവസാനം പഠിച്ചത് ദ്വീപന്തിലാണ്, UP-യിലെ സഹാറൻപൂർ ഡിസ്ട്രിക്റ്റ്. എൻ്റെ ഗുരുനാഥന്മാർ അവസാനം നെഹ്റു ഡെഹ്റാഡൂണിലേക്ക് പോയപ്പോൾ എൻ്റെ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ടായി. അന്ന് ക്ലാസ് നടക്കാത്തത് കൊണ്ട് പിറ്റന്ന വന്നപ്പോൾ ക്ലാസ് തന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇന്നലെ ജവഹർലാൽ എന്നെ വിളിച്ചതാണ്. ചെന്നപ്പോൾ പറഞ്ഞത്, നമ്മൾ എത്ര കാലം ജീവിക്കുനി, വയസ്സന്മാരായില്ലേ, സ്വാതന്ത്ര്യ സമരത്തിലെ കൂട്ടുകാരാണ് അവർ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡെഹ്റാനിലേക്ക് പോകുന്നു, സുഖം പോരാ, പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ചായ സൽക്കാരം നടത്തി. അതുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ് മുടങ്ങിയെങ്കിലും പിറ്റേ ദിവസം ഉസ്താദ് വന്നിട്ട് സംഭവം ഇതാണെന്ന് പറഞ്ഞു. അവിടുന്ന് വയറിളക്കം പനി പിടിച്ചാൽ നെഹ്റു വന്നത്, അദ്ദേഹം മരിച്ചു. ഇതാണ് സംഭവം ഉണ്ടായത്. അങ്ങനെയാണ് ഇവിടുത്തെ നേതാക്കന്മാർ നമുക്ക് മാതൃക കാണിച്ചു തന്നത്. മൗലാന മുഹമ്മദ് അലിയുടെ സെക്രട്ടറി ആയിട്ടാണ് കാക്കിനട സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നിലകൊണ്ടത്. ഇതൊക്കെ ചരിത്രമല്ല, ഞാൻ ചുരുക്കി പറയുകയാണ്. ആ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ അൽമോറയിൽ നിന്ന് കണ്ടെടുത്തൊരു ലെറ്റർ സ്വാമി വിവേകാനന്ദൻ്റെ കത്തിലുണ്ട്. ഭാവി ഭാരതം, ഭാരതത്തിൻ്റെ അദ്വൈതവും ഇസ്ലാമിക ശരീഅത്തും കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഭാവി ഭാരതത്തെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. അതേപോലത്തെ ഒരു ഭാവി ഭാരതത്തെ കെട്ടിപ്പടിക്കാൻ പറ്റുന്ന നേതാക്കളാണ് തങ്ങളും സതീശൻ അവர்களுം. അതേപോലെയുള്ള കുറേ നേതാക്കന്മാർ നമ്മുടെ ഈ രാജ്യത്തുണ്ട്. അവർ രംഗത്ത് വരണം, ഒന്നുകൂടെ മുമ്പോട്ട് വന്ന് പ്രവർത്തിക്കണം. തൃക്കാക്കര ആ പ്രവർത്തിച്ചതിൻ്റെ മെച്ചം നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു. അതേപോലെ ഈ കേരളം ഈ അന്ധകാരത്തിൽ നിന്ന് ഉണർന്ന് മഹാഭാരതത്തിന് മാതൃക കാണിക്കുന്ന ഒരു സുന്ദരദേശമാകട്ടെ. പണ്ട് അറബി ലീഗിൻ്റെ സെക്രട്ടറി വന്നപ്പോൾ കേരളമല്ല അത് ഹൈറുള്ളയാണെന്ന് പറഞ്ഞത്, അള്ളാഹു തന്ന പാരിതോഷികം. അങ്ങനത്തെ ഈ കേരളം ഇനിയും മാതൃക കാണിക്കും. ഇപ്പം സംസാരിച്ച കാരണവന്മാർ ഒക്കെ കണ്ടില്ല നമ്മൾ. എൻ്റെ അടുത്ത സ്നേഹിതനായിരുന്നു ഫാദർ ചക്കാലക്കൽ, മരിച്ചുപോയി. സോഷ്യൽ വെൽഫെയറിൻ്റെ സെക്രട്ടറിയായി ബാംഗ്ലൂരിൽ ജവനം ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ വന്ന എല്ലാ അച്ഛന്മാരും എൻ്റെ സ്നേഹിതന്മാരാണ്. ഇപ്പോൾ അടുത്തുണ്ടായിരുന്ന തോമസ് പുളിക്കൽ, അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി നാശമായിട്ട് ഇപ്പോൾ അവിടെ സെമിനാരിയിൽ താമസിക്കുകയാണ്. എന്നെ വിളിച്ചിട്ടുണ്ടായി. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി ചെമ്പുമുക്കലെ സെമിനാരിയുടെ എന്ന് മൂപ്പരതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, പ്രസന്ന മുഖം. അപ്പോൾ എങ്ങനെ ഉണ്ടാച്ചപ്പോൾ വളരെ സുഖം. എൻ്റെ അനുജൻ എനിക്ക് കിഡ്നി തന്നു, അത് യുവൻ്റെ നിങ്ങൾ ചേട്ടനും അനുജൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് സന്തോഷം എന്നും പറഞ്ഞ് പിരിഞ്ഞു. അതേപോലെ തന്നെയാണ് എനിക്കൊരു ചെറിയ ക്യാൻസർ ഉണ്ടായി. ഞാൻ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ മാറി 28 റേഡിയേഷൻ നടത്തി. അങ്ങനെ ഒരു ക്യാൻസറുടെ ദിവനം വന്നു അമൃതയിൽ. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അന്ന് ലീലാ ദാമോദര മേനോനും ഞാനുമാണ് പ്രധാന ഗസ്റ്റുകൾ. അപ്പോൾ അന്ന് പൂർണ്ണാനന്ദ സ്വാമി, ഞങ്ങൾ സ്നേഹിതന്മാരാണ്. അങ്ങനെ പൂർണ്ണാനന്ദ സ്വാമി അമ്മയുടെ ഫോട്ടോത്തിന് ഒരു ആരതി അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ ആരതി കഴിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ പ്രസംഗിച്ചപ്പോൾ തന്നെ തൊട്ടേ പറഞ്ഞത് അത് പോരാ, സ്വസ്തി പ്രജാപരിപാലയന്ത ന്യായേണ മാർഗേണ മഹിമൈഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചെല്ലണം.
ലോകം സുഖമാവണമെങ്കിൽ എന്ത് വേണം? ഗോക്കളെ സംരക്ഷിക്കണം, ബ്രാഹ്മണരെ സംരക്ഷിക്കണം, പ്രജകളെ മൊത്തത്തിൽ സംരക്ഷിക്കണം. അപ്പം നിങ്ങൾക്ക് തോന്നും ഞാനൊരു ബ്രാഹ്മണവാദിയൊന്നും. അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റി. ബ്രാഹ്മണൻ എന്താണ് അർത്ഥം? അത് ധർമ്മപദത്തിൽ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പാലി ഭാഷ അറിഞ്ഞുകൂടാ. ഏതായാലും അയ്യപ്പത്ത് മാധവൻ എന്ന് പറഞ്ഞ ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ബ്രാഹ്മണൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മനസ്സാൽ, വാക്കാൽ, പിന്നെ അങ്ങനെയല്ല, ശരീരത്താലും വാക്കിനാലും മനസ്സിനാലും ദുഷ്കൃത്യം ആർക്കില്ലയോ അവനാകുന്നു ബ്രാഹ്മണൻ. അല്ല പൂണൂലുട്ടവൻ എന്നല്ല ബ്രാഹ്മണൻ്റെ അർത്ഥം. മനസ്സിലോ വാക്കിലോ പ്രവർത്തനത്തിലോ ദുഷ്കൃത്യങ്ങളില്ലാത്തവനാണ്. ആ ദുഷ്കൃത്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ മൂസാമലി പറഞ്ഞതുപോലെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ മകൻ തെറ്റ് ചെയ്യുമ്പോൾ എടാ മകനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയണം. എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കണം, ഏകോദര സഹോദരമായി ജീവിക്കണം. അതിന് നേതൃത്വം നൽകാൻ